ലോകകപ്പിന്റെ അധിപന്മാർ ആരെന്ന് ഇന്നറിയാം. ഫിഫ ലോകകപ്പിന്റെ കലാശപ്പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന മുൻ ചാമ്പ്യന്മാരായ സ്പെയിനുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം 12:30 കിക്ക് ഓഫ്. അപ്പോൾ അതിന്റെ വാർത്തകൾ, പ്രതികരണങ്ങൾ, വിശേഷങ്ങൾ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുൻപ് എനിക്കൊപ്പം എൽദോ പോൾ പുതുശ്ശേരി കൂടി ചേരുന്നു. എൽദോ വാ. എല്ലാ മത്സരവും, ഞാനൊരു അർജന്റീനൻ ഫാനാണ്, എൽദോയും അങ്ങനെയാണ്. എല്ലാ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ എൽദോനോട് ചോദിക്കില്ലേ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കും. അപ്പോ കളി അറിയാവുന്ന ഒരാൾ വിലയിരുത്തി പറയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ ഞാൻ ആ ചോദ്യം ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ച് ചോദിക്കാൻ പോവുക. ഇന്ന് എന്താണ് സാഹചര്യം? ഇന്ന് അർജന്റീന ആരാധകർക്ക് സന്തോഷം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെ സ്പെയിനാണ് ഓപ്പോസിറ്റ്. മിഡ്ഫീൽഡ് ആരെ നിയന്ത്രിക്കുന്നു അവർക്കായിരിക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തോന്നുന്നു. സ്പെയിൻ്റെ മിഡ്ഫീൽഡാണ് ഇതിൽ പ്രധാനം. റോദ്രിയുടെ ഒരു കഴിവ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ. പക്ഷേ അർജന്റീനയും മോശമില്ല. അർജന്റീനയുടെ ഇപ്പോൾ പെരഡേസ് ഒക്കെ ചേരുമ്പോൾ ലയണൽ മെസ്സി കുറച്ചുകൂടി പിന്നിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്താൽ മിഡ്ഫീൽഡ് കോമ്പറ്റീഷൻ ടൈറ്റ് ആവും. ഒരു പ്രധാനപ്പെട്ട കാര്യം, അർജന്റീന ആദ്യം സ്കോർ ചെയ്യണം. അർജന്റീന വളരെ പെട്ടെന്ന് ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ പക്ഷേ നമ്മൾ ഇതുവരെ കണ്ട ഒരു നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു കംബാക്ക് പ്രോസസിങ് ഫൈനലിൽ സാധ്യമാണോ എന്നുള്ളത് സംശയമാണ്. കാരണം ഒന്ന് സ്പെയിനാണ്, രണ്ട് ഫൈനലിന്റെ ഒരു ടെൻഷൻ എന്താണെങ്കിലും ഉണ്ടാവും. എത്രയും ഫ്രീ ആയിട്ട് കളിക്കുന്ന ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ കംബാക്ക് എന്ന് പറയുന്നത് അത് എല്ലായ്പ്പോഴും സംഭവിക്കണമെന്നില്ലല്ലോ. ഭാഗ്യത്തിന്റെ എലമെന്റ് മാത്രമല്ല, ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകളുടെ എബിലിറ്റിയോടെ നോക്കിയിരിക്കും. ഇപ്പോൾ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ മാത്രം വഴങ്ങിയ ടീമാണ്. ഫ്രാൻസിനെ എങ്ങനെ അവർ പിടിച്ചുകെട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. ഉറപ്പായിട്ടും. അപ്പോൾ ഫ്രാൻസിനെ പിടിച്ചുകെട്ടിയ ഒരു ടീമാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ടീമാണ്. പറ്റാതെ പോയൊരു കളിയാണ്. അതെ അതെ അതെ. ഈ ഉനൈ സിമോൺ അവരുടെ ഗോൾ കീപ്പർ ഒരു ഗോളാണ് വഴങ്ങിയത്. ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ഈ ടൂർണമെന്റിൽ 1-ാം നമ്പർ ഗോൾ കീപ്പർ അദ്ദേഹമായിരിക്കും. ഒസീന്യ പലതരത്തിൽ സൂചിക്കപ്പെടുമ്പോൾ പോലും മികവ് കൊണ്ട് ഉനൈ സിമോൺ ഒരു പടി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള സംശയമില്ല. ഡിഫൻസ് ലൈനും അതെ, അവർ ഡിഫൻസ് ലൈനും ഗംഭീരമാണ്. ഈ പറയുന്ന പോലെ കുക്കുറേം, കുബാർസി, അല്ലെങ്കിൽ പെഡ്രോ പോറോ, ലപ്പോട്ട, ഇവരൊക്കെ ചേർന്നിട്ടൊരു വല്ലാത്ത മതിലാണ് തീർക്കുന്നത്. അപ്പോൾ ഈ ലയണൽ മെസ്സിക്ക് ഒരു പരിധിയുണ്ട്. പരിധി എന്ന് പറഞ്ഞാൽ പരിധികളെ അനായാസം മറികടക്കുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് ലയണൽ മെസ്സിയിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്താൽ ഒരു പക്ഷേ അർജന്റീനയെ പിടിച്ചു കെട്ടാനുള്ള ഒരു വഴിയുണ്ട്. അത് എന്തെങ്കിലും രീതിയിൽ സ്കലോണി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം സ്കോർ ചെയ്യുന്നതാണ് അർജന്റീനയ്ക്ക് സേഫ്. നമ്മളിപ്പോ കണ്ടു എംബപ്പയെ എത്ര സമർത്ഥമായിട്ടാണ് സ്പെയിൻ പൂട്ടിയതെന്ന് കണ്ടു. നമ്മൾ മെസ്സിയെ കഴിഞ്ഞ കളികളിലെല്ലാം ഈ നോക്കൌട്ട് റൗണ്ടിൽ വലിയ രീതിയിൽ വളഞ്ഞിട്ടു. അതിനെ മറുതന്ത്രമായിരുന്നു മെസ്സി ഈ വലത് വിങ്ങിലേക്ക് മാറി പാസും ക്രോസും കൊടുത്തുകൊണ്ട് ഗോൾ അടുപ്പിക്കുക എന്ന തന്ത്രം. അപ്പോൾ അത് വെച്ചായിരിക്കും, അത് പൂട്ടുക എന്നതായിരിക്കും സ്പെയിൻ ലക്ഷ്യമിടുക, അല്ലേ? അതായത് എനിക്ക് ഈ ലയണൽ സ്കലോണിയുടെ ആശാനാണ് ഈ പരിശീലകൻ, ഫ്രഞ്ച് സ്പാനിഷ് ഉണ്ട്. അപ്പോ ഇതെന്ന് വെച്ചാൽ രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഫൈനലിന് മുമ്പായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഫംഗ്ഷനിൽ മറ്റേ യമാലിനെ പറ്റിയൊക്കെ പറഞ്ഞ വേദി മെസ്സി ഉണ്ടായിരുന്നു, സ്കലോണി ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞ ഫോട്ടോഷൂട്ടിന് സമയത്ത് ഞാൻ കണ്ട ദൃശ്യം, ഓടുവാണ് ഇയാള് ഈ കോച്ചിന്റെ അടുത്തേക്ക്. ഓടി വന്ന് രണ്ടുപേരും കുറെ നേരം കെട്ടിപ്പിടിച്ച് നിന്നു. എന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവർ വലിയൊരു ഇന്റിമസി ഉണ്ട്. ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്ന ആളാണെന്ന് സ്കലോണി പറയുന്നുണ്ട്. അപ്പോ ആശാനെ അറിയാം, പക്ഷെ ശിഷ്യനെ ആശാനും അറിയാമായിരിക്കും. അവർ തമ്മിൽ ഇന്റിമസി ഉണ്ട്. അതുപോലെ ഇന്റിമസി ഉള്ള രണ്ടുപേരാണ് മെസ്സിയും യമാലും. അതെ, പ്ലേയേഴ്സ് ഒപ്പം. അതായത് ഈ ലയണൽ മെസ്സിക്ക് ഒപ്പം സെൽഫി എടുക്കാത്ത ഒരു പ്ലെയർ സ്പാനിഷ് ടീമിൽ ഇല്ല. കാരണം ലയണൽ മെസ്സി എത്രയും കാലഘട്ടങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചതാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജീവിതം സ്പെയിനിലായിരുന്നു. അയാൾക്ക് ഇപ്പോഴും ഒരു വീടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പെയിൻ എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ പ്രധാനപ്പെട്ട വീടാണ്. അതായത് അർജന്റീനയിൽ താമസം കുറവായിരുന്നു. അതെ, അയാളുടെ സെക്കൻഡ് ഹോം എന്ന് പറയാം സ്പെയിൻ. അപ്പോ അർജന്റീനയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മെസ്സി സ്പെയിനിലാണ് ഉറപ്പായിട്ടും. അപ്പോ സ്പാനിഷ് ആരാധകർക്ക് ഒരു പക്ഷേ ഇന്ന് സ്പെയിൻ തോറ്റാൽ പോലും യഥാർത്ഥ സ്പെയിൻ ആരാധകർക്ക് പോലും അവിടെ നഷ്ടം തോന്നില്ല, വിഷമം തോന്നില്ല എന്ന് തോന്നുന്നു. കാരണം മെസ്സിയാണ് അത്. അതെ, ഇപ്പോ നമ്മൾ യമീൻ യമാലും മെസ്സിയും ഒരുമിച്ച് വരുമ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളിപ്പോ രണ്ട് ക്യാപ്റ്റന്മാരെ അല്ല കാണിക്കുന്നത്, യമാലും മെസ്സിയും കൂടിയുള്ള ഫോട്ടോയാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. ഇവർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഒരു ഇതിഹാസം, എല്ലാ തരത്തിലും പ്രൂവ് ചെയ്ത ഒരു ഇതിഹാസവും അങ്ങനെ ആകുമെന്ന് കരുതപ്പെടുന്ന ഒരു താരം, ആ ലെവലിലേക്ക് ഉയരുമെന്ന് കരുതപ്പെടുന്ന ഒരു താരവുമാണ്. അത് ഈ മത്സരത്തിന്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റി ആവുമ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്. മെസ്സി ഇന്നലെ ലെമിൻ യമാലിനെ പറ്റി ചോദിച്ചു. മെസ്സി പറഞ്ഞത് ആ കുഞ്ഞായിരുന്നു എന്നുള്ളത്. അതെ അതെ, അവനെ മാക്സിമം കളിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് രസകരമായ സോഷ്യൽ മീഡിയ കണ്ടത് ഈ ലെമിൻ യമാലിനെ കയ്യിലെടുക്കുന്ന മെസ്സി, അതായത് ഒരു പിതൃസ്നേഹം പോലെയാണ്. അപ്പോ
തെരാ ബാപ്പായ എന്നുള്ള എന്താ പറയാ, നീ മോനാണെങ്കിൽ ഞാൻ അച്ഛൻ ഞാൻ കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇതിനകത്ത് യമാല് പറഞ്ഞൊരു കാര്യം കൂടി കേൾക്കണം. ഒരു പക്ഷേ മത്സരം കൈവിട്ടു പോയാലും വിഷമം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് യമാലും സംസാരിച്ചിട്ടുള്ളത്, മെസ്സിയോടുള്ള ബഹുമാനവും ആരാധനയും നിലനിർത്തിക്കൊണ്ട്. അതെ അതെ അതെ, ഉറപ്പായിട്ടും. കാരണം അയാൾ കണ്ടു വളർന്ന ഒരു ഇതിഹാസമാണ്. അയാളുടെ മുന്നിൽ ബാഴ്സലോണയുടെ യൂത്ത് അക്കാഡമിയിലാണ് ലമിൻ യമാൽ കളിച്ചു വളരുന്നത്. മെസ്സി അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ എപ്പോഴും ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഐക്കൺ അത് ലയണൽ മെസ്സി ആയിരിക്കും. അയാൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അവരുടെ ക്യാൻറ്റീനിലും ഹോസ്റ്റലിലും ഒക്കെ ഈ മെസ്സിയെ കണ്ട് തന്നെയാണ് ജീവിച്ചത്. അങ്ങനത്തെ ഒരു മനുഷ്യനുമായിട്ട് ഓപ്പോസിറ്റ് കളിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു ആ സമ്മർദ്ദം ലമിൻ യമാലിനാണ് വരാൻ സാധ്യത. മെസ്സിക്ക് ആ ഒരു ലമീനോടൊരു വാത്സല്യം തന്നെയായിരിക്കും ഉണ്ടാകുക. ഇതിനപ്പുറത്തേക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. താൻ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളറായി ലമിൻ യമാൽ വരുന്നു എന്ന് മെസ്സി പറയുന്നത് തന്നെ അത് യമാലിന് ലഭിക്കുന്ന വലിയൊരു ക്രെഡിറ്റ് ആണ്, അംഗീകാരമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് മെസ്സിക്ക് ഭയപ്പാടൊന്നുമില്ല. വാത്സല്യം എന്ന് പറയുമ്പോഴേ നമ്മൾ കഴിഞ്ഞ കളി ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ പറഞ്ഞത് മെസ്സിയിലെ മൃഗത്തെ ഉണർത്തിയാൽ പിന്നെ രക്ഷയില്ല എന്നാണ്. പക്ഷെ വാത്സല്യം അതിനെ ഇതാക്കോ? വാത്സല്യം വന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നം വരുമോ? അല്ല, ഈ പറഞ്ഞ കളിക്കളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ എന്ന് കരുതാം. മാത്രമല്ല വളരെ മാന്യനായിട്ടുള്ള കളിക്കാരനാണ് ലയണൽ മെസ്സി. ലയണൽ മെസ്സി ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു അന്തസ് വിട്ട് ഫുട്ബോൾ കളത്തിൽ പെരുമാറി കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും. ഇപ്പൊ മറ്റ് പ്ലെയേഴ്സിനെയും ഇദ്ദേഹത്തെയും ഒരു ഇതിഹാസങ്ങളിൽ വ്യത്യസ്തനാക്കുന്നത് അതാണ്. ലമീൻ യമാലിനെയും ഈ പറയുന്ന പോലെ ചൊറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചൊടിപ്പിച്ചാൽ ഗംഭീരമായി കളിക്കാൻ കഴിവുള്ള ആളാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഫേക്കിംഗ് സ്കില്ല്, അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് സ്കില്ല്. ഈ ഫേക്കിംഗ് ഡ്രിബ്ലിംഗ് കൊണ്ട് വലിയ തോതിൽ പ്രത്യേകിച്ചും യമാൽ വരുന്നതും റൈറ്റ് വിങ്ങിലാണ്. ഈ റൈറ്റ് വിങ്ങിൽ യമാൽ കയറുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ടാഗ്ലിയോഫിക്കോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എത്രമാത്രം ലമീനെ നേരിടുക എന്നുള്ളത് കടുകട്ടിയാണെന്നുള്ള സംശയമില്ല. നമ്മൾ ഈ കഴിഞ്ഞ 2-3 കളികളിൽ അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ മിസ് ചെയ്തത് മെസ്സിയുടെ ഡ്രിബ്ലിംഗ് ആണ്. കഴിഞ്ഞ കളിയിൽ കുറച്ചൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റി. എത്ര കണ്ടിട്ടും മതിയാകാത്ത ആ പാസിന് കൊടുക്കാൻ വേണ്ടിയുള്ള പോക്കൊക്കെ നമ്മൾ കുറച്ച് ആസ്വദിച്ചതാണ്. മെസ്സിയെ പൂട്ടി തന്നെ ആയിരിക്കുമോ തന്ത്രം ആവിഷ്കരിക്കുക സ്പെയിനിന്റെ കോച്ച്? ലയണൽ മെസ്സിക്ക് പന്ത് സപ്ലൈ എത്തിക്കുക എന്നത് ഒഴിവാക്കാൻ ശ്രമിക്കും. മെസ്സിയെ ചുറ്റും എൻ്റെ പ്രശ്നമുണ്ട്, കൺഫ്യൂഷൻ വരും. അതായത് ലയണൽ മെസ്സി മുന്നിലേക്ക് കയറി കളിക്കുകയാണെങ്കിൽ, അതായത് വിങ്ങുകളിൽ പോവാതെ സെൻറ്ററിൽ കൂടെ അല്ലെങ്കിൽ ഡയഗണലി നീങ്ങി കഴിഞ്ഞാൽ മെസ്സിയെ ഒരു 3-4 ഡിഫൻഡർമാർ വന്ന് വളയാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, മെസ്സി കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഇറങ്ങി നിന്ന് പിന്നിൽ നിന്നൊക്കെ ഇടയ്ക്ക് വന്ന് പന്ത് ക്രോസ് ഒക്കെ കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ മെസ്സിയിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തെ എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ മെസ്സി തന്നെയാണ് അർജന്റീനയുടെ ഫോക്കൽ പോയിന്റ് എന്നുള്ള സംശയമില്ല. അത് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല സ്കാലോണി. പക്ഷേ സ്കാലോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ പക്ഷേ നിർണായകമാകാം. ലയണൽ മെസ്സിയിലേക്ക് എഫക്റ്റീവായിട്ട് കുറച്ചുകൂടി അറ്റാക്കിംഗ് ആയിട്ടുള്ള മിഡ്ഫീൽഡർമാരെ കൂടുതൽ നയിക്കാൻ കഴിഞ്ഞാൽ അത് സ്പെയിന് നല്ല പാടായിരിക്കും. എന്തായിരിക്കും ഇന്നത്തെ ഒരു ഫോർമേഷൻ എൽദോ പ്രതീക്ഷിക്കുന്നത്? ലാസ്റ്റ് കളിയിൽ എനിക്ക് തോന്നുന്നു 2 സ്ട്രൈക്കർമാരായിരുന്നു അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നത് അല്ലേ? അതെ, അർജന്റീന എന്നൊരു 4-4-2 ഫോർമേഷൻ തന്നെ കളിക്കുമെന്ന് തോന്നുന്നു. അതിൽ നിലനിർത്താനായിരിക്കും സാധ്യത. എനിക്ക് തോന്നുന്നു സെമി ഫൈനലിലെ ടീമിനെ മാറ്റാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം ഒരു അത്ഭുതപ്പെടുത്തുന്ന പരിശീലകനാണ് ലയണൽ സ്കലോണി. അയാളുടെ ആലോചനയും ആദ്യം വിമർശിക്കും, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഇതിൽ നിർണായകമായത് എന്ന് തോന്നിപ്പോ. എന്തായാലും ഈ വിമർശിക്കുന്ന കാര്യം പറഞ്ഞപ്പോ സ്കലോണി എന്തിനാ ഡീപോളിനെ ഇറക്കുന്നതെന്ന് വിമർശനം ഉന്നയിച്ച ആളാണ്. അപ്പോ കഴിഞ്ഞ കളിയിൽ ഡീപോളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് തന്ത്രമായിരുന്നു. പക്ഷെ അത് എൽദോയുടെ ഭൂഗോളം കണ്ടിട്ട് സ്കലോണി മാറ്റിയതല്ല, അത് സ്കലോണിയുടെ തന്ത്രമായിരുന്നു. നമുക്ക് ചെറിയൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ഒരു കാലത്ത് നമ്മുടെ മോർണിംഗ്സ് ഒക്കെ തുടങ്ങിയിരുന്നത് പത്രങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു. പത്രം വായിക്കുന്ന ശീലം പോയി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ രാവിലുകൾക്ക് ഇപ്പൊ ചില പുതിയ ശീലങ്ങളുണ്ട്. ഒരു സ്വൈപ്പ്, ഒരു സ്ക്രോൾ, ഒരു കോഫി, ഒരു പ്ലേലിസ്റ്റ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പം ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ ഫോണുകളെയാണ് അല്ലെ? കാലം മാറി, ലോകം മാറി, നമ്മളും മാറി. നമ്മുടെ മോർണിംഗ് ഷോയും കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആവേണ്ട ടൈം ആയല്ലേ? ഞാൻ സേറ മിയ ഐസൺ. ഇനി അങ്ങോട്ട് എല്ലാ പ്രഭാതത്തിലും കുറച്ച് നല്ല വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ന്യൂസ് 18ന്റെ എല്ലാ പ്രേക്ഷകരോടുമൊപ്പം ഞാനും ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. ന്യൂസി മോർണിംഗ്.
സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി വീണ്ടും ഫൈനൽ വിശേഷത്തിലേക്ക് വന്നാൽ എൽദോ, ഈ അർജന്റീന ആരെയാണ് കരുതേണ്ടത്? കുക്കുറേയ കഴിഞ്ഞ തവണ കുക്കുറയെ ലോക്ക്ഡൌൺ ഇംഗ്ലണ്ട് എന്നതൊക്കെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായത്. വലത് വിങ്ങിൽ ആകെ ഓടി നടക്കുന്നുണ്ട്. ആ മുടിയൊക്കെ എങ്ങനെ മാനേജ് ചെയ്താണ് പുള്ളി ഓടുന്നതെന്ന് സംശയം തോന്നിയിരുന്നു. കുക്കുറയെ അപ്പോ കുക്കുറയെ തന്നെയാണോ ഇത്തവണത്തെയും തുറുപ്പ് ചീട്ട്? എന്നാ പക്ഷേ പ്രതിരോധ നിരയും മിഡ്ഫീൽഡും ഒക്കെ കൂടിയാണ് അവിടെ വിജയം സ്പെയിനിന് ഉണ്ടാക്കി കൊടുത്തത്. സംശയമില്ല. പക്ഷേ ഡിഫൻസ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലെഫ്റ്റിൽ അങ്ങേറ്റത്ത് കുക്കുറയ, തൊട്ടുപുറത്ത് വരുന്നത് ഐമർ ഗ്ലെപ്പോട്ടെ, അതിനിപ്പുറത്ത് കുബാർസി ഉണ്ട്. റൈറ്റിലാണ് റൈറ്റ് ബാക്ക് ആയിട്ട് പെഡ്രോ പോറോയും. അപ്പോ ഇവരുടെ ഒരു ആ ലൈൻ ഗംഭീരമാണ്, സ്ട്രോങ് ആണ്. പക്ഷേ ആ സ്പെയിൻ ടീമിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആ നടുക്ക് നിൽക്കുന്ന റോദ്രിയാണ് ക്യാപ്റ്റൻ. ഈ ടക്കിനൊക്കെ ചെയ്ത് പഴയ ഫുട്ബോൾ കളിക്കാരെ പോലെ രസകരമായിട്ട് നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് നിൽക്കുന്ന റോദ്രിയാണ് അതിന്റെ ബ്രെയിൻ. പുള്ളിയാണ് അതിന്റെ ബ്രെയിൻ, അദ്ദേഹത്തിന്റെ ബ്രെയിൻ അതാണ്. പിന്നെ റോദ്രിയും ഫാബിയൻ റൂയിസും. റൂയിസ് പക്ഷേ കഴിഞ്ഞ മത്സരം എത്ര ഫോമിലായിരുന്നില്ല എങ്കിൽ പോലും റോദ്രി ഫാബിയൻ റൂയിസ് തന്നെയാവാൻ സാധ്യത. ഇനി ഇതിനിടയിൽ നിക്കോ വില്യംസ് ഇഞ്ചുറി കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിക്കോ വില്യംസിനെ കൊണ്ടുവരാനാണ് സാധ്യത. അങ്ങനെയാണ് അറ്റാക്ക് കുറച്ചുകൂടി പേസ് ആവും, കുറച്ചുകൂടി സ്പീഡാവും. നിക്കോ വില്യംസിന്റെ ഒരു വേഗത ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇനി ഡാനി ഒൽമോ ഈ ആ ട്രയാങ്കിൾ, ഡാനി ഒൽമോ, ഫാബിൻ റൂയിസ്, റോദ്രി, ആ ട്രയാങ്കിൾ ആണ്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരവും ജയിച്ചു വന്നവരാണ് അർജന്റീന. അതേസമയം സ്പെയിനിന് ഒരു സമനിലയുണ്ട്. അത് നമ്മൾ തോപ്പിച്ച കബവർദ്ധ ആയിട്ടാണ്. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഘട്ടമാണെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ആക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അർജന്റീന ഫാൻസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കണ്ടോ, ഞങ്ങൾ വെറുതെ ഒന്നല്ല, അത് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തോപ്പിച്ചു ഇന്നലെ പ്ലേ ഓഫില് 6-4. അത് എനിക്ക് പറയാനുള്ളത് അത് റിഗ്ഡ് ആയിരുന്നു, സ്വന്തം കപ്പിനായുള്ള റിഗ്ഡ് ആയിരുന്നു. എംബാപ്പെ നമ്മളുടെ മെസ്സിയുടെ സ്വന്തം കപ്പ് ഗോൾഡൻ ബൂട്ട് അടിച്ചെടുക്കാൻ വേണ്ടി റിഗ്ഡ് ആയിട്ടാണ്. അതെന്തുകൊണ്ട് ആ വിമർശനം വരുന്നില്ല എന്ന് ചോദിക്കായിരുന്നില്ല. ഇങ്ങനെ ഒരു മത്സരം ഉണ്ടോ? ഇതൊരു 6-4. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഫൈനൽ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമല്ലേ, അതിങ്ങനെയാണോ കളിക്കണ്ടേ? അതിനെച്ചാൽ അതിൽ കളിക്കാൻ കഴിയാത്ത പ്ലേയേഴ്സിന് അവസരം കൊടുക്കുക. ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ തേർഡ് പ്ലേസ് പ്ലേ ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാധ്യതയാണ്. കാരണം ഒന്നാമത് ലോകകപ്പിൽ ഫൈനലിൽ എത്താൻ കഴിയാത്തതിന് നിരാശയിൽ നിൽക്കുമ്പോൾ ഒരു കളിയുടെ കളിക്കണം എന്നൊക്കെ പറയുന്ന അത് ദ്രോഹമാണ്, ക്രൂരതയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആ ക്രൂരതയുടെ കാര്യം ഫ്രാൻസിന്റെ കോച്ച് ദിദിയർ ദശാംസും ഇംഗ്ലണ്ട് താരങ്ങൾ പറഞ്ഞിരുന്നു. അല്ല, അവിടെ ഇൻഡിവിജ്വൽ നേട്ടം നോക്കണം, അദ്ദേഹത്തിന്റെ വ്യക്തിഗത നേട്ടം നോക്കണം. അതിനകത്ത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ഇപ്പൊ ഹാരി കെയ്ൻ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് 11-ല്, ഹാരി കെയ്ൻ ഉണ്ടായിരുന്നില്ല, ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ടായിരുന്നില്ല. അവിടെ 2 സ്ട്രൈക്കേഴ്സിന് ഒഴിവാക്കിയിട്ട് ഇംഗ്ലണ്ട് ഇറങ്ങി. പക്ഷെ ആ 2 സ്ട്രൈക്കേഴ്സിനെ ഒഴിവാക്കിയ അവരുടെ വരവ് അവർക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മറ്റേടത്ത് ഡെംബലെ ഉണ്ടായിരുന്നില്ല, പിന്നെ ഒലീസ ഉണ്ടായിരുന്നു, ഇനി ബർക്കോള പിന്നെയാണ് എത്തുന്നത്. ഇതൊക്കെ എംബാപ്പയ്ക്ക് വേണ്ടി അവർ ചെയ്തു കൊടുക്കുകയാണെന്നാണ് എന്റെ സംശയം. എംബാപ്പെ എന്തായാലും നിലനിർത്തിയതിന് സംശയമില്ല. എംബാപ്പെ ആദ്യ ലെവലിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് കിട്ടട്ടെ എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. അതൊക്കെ മറികടക്കാനുള്ള ഒരു കളി നമുക്ക് ബാക്കിയുണ്ട്. നമുക്ക് തിരിച്ചു വരാം.
ഇറ്റലിക്കും ബ്രസീലിനും ശേഷം തുടർച്ചയായി 2 തവണ കിരീടം നേടിയ ടീമാകാനുള്ള അവസരമാണ് മെസ്സിയുടെ അർജന്റീനയെ കാത്തിരിക്കുന്നത്. 1934-ലും 38-ലും ചാമ്പ്യന്മാരായ ഇറ്റലിയും 1958-ലും 62-ലും ലോകകപ്പ് ജയിച്ച ബ്രസീലുമാണ് തുടർച്ചയായി 2 തവണ ലോക കിരീടം ഉയർത്തിയത്. ഫ്രാൻസ് തുടരെയുള്ള ഫൈനലുകളിൽ കളിച്ചെങ്കിലും നേട്ടം സ്വന്തമാക്കാനായില്ല. ഈ റിപ്പോർട്ട് കണ്ട് തിരിച്ചെത്താം. ബ്രസീലിന്റെ ആ സ്വപ്ന കുതിപ്പ് കഴിഞ്ഞിട്ട് 64 വർഷമായി. 1958-ലെ ലോക വിജയത്തിന് ശേഷം 62-ലും കിരീടം നേടിയാണ് അവർ നാട്ടിൽ കാലുകുത്തിയത്. ഇതിഹാസ താരം പെലെ ഉൾപ്പെട്ട ടീം 1970-ലും വിജയിച്ചതോടെ 4 ലോകകപ്പുകളിൽ 3 തവണയും അവർ ചാമ്പ്യന്മാരായി. തൊണ്ണൂറ്റിയെട്ടിൽ ബ്രസീൽ വീണ്ടും തുടർച്ചയായ കിരീടങ്ങൾക്ക് അടുത്തെത്തിയതാണ്. 94-ലെ ലോകകപ്പ് ഫൈനലിൽ ഇറ്റലിയെ പെനാൽറ്റിയിൽ തോൽപ്പിച്ച് കിരീടം നേടിയ ബ്രസീൽ 98-ൽ സിനദീൻ സിദാൻ നയിച്ച ഫ്രാൻസിനോട് 3-0 പരാജയപ്പെട്ടു. ക്രൊയേഷ്യയെ 4-2 തോൽപ്പിച്ച് തങ്ങളുടെ 2ാം കിരീടം സ്വന്തമാക്കിയ ഫ്രാൻസിന് 2022 അതുപോലൊരു അവസരമായിരുന്നു. എന്നാൽ ആവേശകരമായ 3-3 സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന ലോക കിരീടമുയർത്തി. ഇക്കുറി അർജന്റീനയ്ക്ക് ആ അവസരമാണ്. തുടർച്ചയായ ലോക കിരീടങ്ങൾ സ്വന്തമാക്കുമോ ആകാശനിലക്കാർ? നേട്ടങ്ങൾ ഒന്നൊന്നായി എത്തിപ്പിടിക്കുന്ന ആ 10ാം നമ്പറുകാരന്റെ ബൂട്ടുകളിലേക്ക് കണ്ണട്ടിരിക്കുകയാണ് ആരാധകർ. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. അപ്പോ 6 പതിറ്റാണ്ടിന് ശേഷം കിരീടം നിലനിർത്തുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അല്ലേ, അത് മെസ്സി സ്വന്തമാക്കും എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഇറ്റലിയും ബ്രസീലും 2 തവണ ലോകകപ്പ് ജയിച്ചെങ്കിൽ പോലും ഒരേ ക്യാപ്റ്റൻ അല്ല. അപ്പോ അതൊരു വലിയ സാധനമാണ്. അതായത് മെസ്സിക്ക് ഇത് കിട്ടുവാണെങ്കിൽ അർജന്റീന തുടർച്ചയായിട്ട് 2 ലോകകപ്പ് നേടുന്ന 3ാമത്തെ ടീമാകും. ആദ്യ ക്യാപ്റ്റനായി മെസ്സി മാറും, ആദ്യ പരിശീലകനായി സ്കലോണി മാറും. അത് വലിയ റെക്കോർഡാണ്. നമ്മൾ ഈ ലോകകപ്പ് നോക്കിയാൽ നിരവധി റെക്കോർഡുകൾ അല്ലേ മെസ്സിയുടെ പേരിലേക്ക് വരുന്നത് കണ്ടു. ഇന്നലെ എംബാപ്പെ റിഗ്ഡ് മാച്ചിലൂടെ അത് ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നോക്കൂ, ഏറ്റവും കൂടുതൽ ഗോൾ, ഏറ്റവും കൂടുതൽ അസിസ്റ്റ്, അതാണ് അവരുടെ കളി തീർന്നു, ഇന്നൊരു കളി ബാക്കിയുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം മെസ്സിക്ക് ഇനി 2 ഗോൾ കൂടി അടിക്കണം, എന്നാലും ഒപ്പെത്താൻ പറ്റുള്ളൂ. കഴിഞ്ഞ 2 കളി നമ്മൾ മിസ് ചെയ്തു അല്ലേ. അപ്പോ അത് നോക്കൂ, ഈ റെക്കോർഡുകളുടെ രാജകുമാരനായി മെസ്സി മാറുന്ന ഒരു സാഹചര്യം. പിന്നെ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഈ GOAT ഗോട്ടിന്റെ കാര്യത്തിൽ വലിയ തർക്കമായിരുന്നു. ഇപ്പൊ ആർക്കും ഇല്ല തർക്കം. ആ നിലയിലേക്ക് മെസ്സി ഒരു ഇതിഹാസ താരം എന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ എന്നത് വിമർശനങ്ങളില്ലാതെ അല്ലെങ്കിൽ തർക്കങ്ങളില്ലാതെ സ്വന്തം പേരിൽ കുറിക്കുന്നത് കൂടി നമ്മൾ കണ്ട ലോകകപ്പാണ്. ഈ നൂറ്റാണ്ടിൽ എന്ന് വേണ്ട, പോയ നൂറ്റാണ്ടിലെ ഏറ്റവും ഇതിഹാസങ്ങൾ പറഞ്ഞു തന്നെ നോക്കാം. അത് മറഡോണ ആവട്ടെ, പെലെ ആവട്ടെ, അവർക്ക് മുന്നിൽ ഒരേ ഇതിഹാസമുള്ളൂ, അത് ലയണൽ മെസ്സിയാണ്. പിന്നെ ആർക്കാണ് എത്ര തർക്കം? ലയണൽ മെസ്സിയെ പോലെ ഫുട്ബോളിനെ ആത്മാർത്ഥമായി ആവാഹിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം കരയുന്നത് കാണുമ്പോഴാണ് ഇയാളൊരു മനുഷ്യനാണോ എന്ന് ആലോചിക്കുന്നത് തന്നെ അത് വ്യക്തമാണ് എത്രത്തോളം. 39ാമത്തെ വയസ്സിൽ ഇങ്ങനെ പന്ത് തട്ടുന്ന ലയണൽ മെസ്സിനോട് കഴിഞ്ഞ ദിവസം ഗ്യാലറിയിലിരുന്ന മസരാനോയും അപ്പം ഷാവിയും പറഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. ഇയാൾ എന്താണ് ഈ 39ാമത്തെ വയസ്സിൽ കാണിക്കുന്നത്? കാരണം അവർക്കൊപ്പം കളിച്ച ആളാണ്. ഈ മെസ്സി ഇപ്പോഴും ഇങ്ങനെ പന്ത് തട്ടുന്നത് കാണുമ്പോൾ, ഇപ്പോഴും എന്ന് പറയുന്നത് 39ാം വയസ്സിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടെന്നല്ല, അതിഗംഭീരമായിട്ടാണ് കളിക്കുന്നത്, ഏറ്റവും ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒരേ ഒരു പേരുള്ളൂ, ദാറ്റ് ഈസ് ആൻഡ്രേസ് ലയണൽ മെസ്സി.
ആ മെസ്സിയാണ് ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ലോകകപ്പ് എടുക്കുന്ന ക്യാപ്റ്റൻ എന്ന നേട്ടത്തിലേക്ക് എത്താൻ കളത്തിലേക്ക് ഇറങ്ങുന്നത്. നിരവധി വെല്ലുവിളികളുണ്ട്. മികച്ച ടീമിനെയാണ് നേരിടാൻ പോകുന്നത്. എൽദോ, നമ്മൾ നോക്കുമ്പോൾ ഈ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് വന്നത് അല്ലെങ്കിൽ സെമി ഫൈനൽ ലൈനപ്പ് ആയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടീം അവർ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നതാണ് കണ്ടത്. ഇപ്പോൾ ഇന്നത്തെ കളിയുടെ വരുമ്പോൾ എങ്ങനെയാണ് റിസൾട്ടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അർജന്റീന തന്നെ ഒന്നാം നമ്പർ ടീമായി നിൽക്കുന്നു. ഫ്രാൻസ് ആയിരുന്നു രണ്ടാമത്. അതിൽ മാറ്റം വന്നിട്ടുണ്ടാവും ഇല്ല? അതായത് ഒന്നാം നമ്പറും ഫിഫ റാങ്കിംഗ് ആണ് ഉദ്ദേശിച്ചത്. അല്ല, ഫിഫ റാങ്കിങ്ങിൽ പുതിയ റാങ്കിംഗ് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിലവിൽ സ്പെയിൻ 3-ാമത്, അർജന്റീന 2-ാമതാണ്, ഫ്രാൻസ് 1-ാമത് സെമി തുടങ്ങുമ്പോൾ. അല്ല, പിന്നീട് നമ്മളുടെ കളിക്ക് ശേഷം അത് മാറി. അതെ, സെമി ശേഷം അതിനുശേഷം പിന്നെ റാങ്കിംഗ് മാറ്റം വന്നിട്ടില്ല. ലോകകപ്പ് കഴിഞ്ഞിട്ട് 3-ാം ടീമുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ അല്ല, അതായത് ഇപ്പോൾ നേരത്തെ മെസ്സിനെ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിലാണ് 12 അസിസ്റ്റ്. അതിന് താഴെയുള്ള പേര് മറഡോണയുടേതാണ്. 8 അസിസ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ 4 അസിസ്റ്റുകൾക്ക് വളരെ വലിയൊരു ഗ്യാപ്പ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു തരത്തിലും എനിക്ക് മറഡോണയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ആൾ. അത് കളർ ടെലിവിഷൻ വന്ന ഒരു സമയം കൊണ്ടാണ്. പെലെ അത്രയും ആഘോഷിക്കപ്പെട്ടിട്ടില്ല. പെലയെ കണ്ടവരില്ല, പെലയെ കളി കണ്ടവർ കുറവാണ്. കൂടുതലും പത്രങ്ങളിൽ വായിച്ചും ഫോട്ടോ കണ്ടുമാണ് പെലയെ പരിചയിച്ചിരുന്നത്. പക്ഷേ മറഡോണയുടെ കളിയും അദ്ദേഹത്തിന്റെ ഇന്ദ്രജാലമൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മോഡേൺ എറയിലേക്ക് ലയണൽ മെസ്സി എത്തിയപ്പോൾ അയാൾ ആ ആനുകൂല്യം കൊണ്ട് ഇതിഹാസമായതല്ല. അയാളുടെ മികവ് കൊണ്ടും അയാളുടെ സ്കില്ല് കൊണ്ടും അയാളുടെ ഗോളിന്റെ മികവ് കൊണ്ടും അയാൾ എന്ന മനുഷ്യന്റെ വ്യക്തിത്വം കൊണ്ടും ഇതിഹാസമായി മാറി. പ്രതിസന്ധികളെ എപ്പോഴും തരണം ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത സ്റ്റാറ്റസ് ആണ് മെസ്സിയെ സംബന്ധിച്ചുള്ളത്. നമുക്കൊരു റിപ്പോർട്ട് കൂടി കാണണം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ ആവേശത്തിൽ തലസ്ഥാന നഗരവും ഇഷ്ട ടീമുകൾ തോറ്റുപുറത്തായിട്ടും ഫുട്ബോൾ പ്രേമികളുടെ ആവേശത്തിന് തെല്ലും കുറവില്ല. അർജന്റീനയ്ക്കും സ്പെയിനിനും വേണ്ടി ഒരുപോലെ വാദിക്കുന്ന വള്ളക്കടവിലെ ഫുട്ബോൾ പ്രേമികളുടെ പ്രതികരണം കണ്ടിട്ട് തിരിച്ചെത്താം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് തലസ്ഥാനവും. തലസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കായിക പ്രേമികൾ കാത്തിരിക്കുകയാണ്. സ്പെയിനാകുമോ അതോ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാകുമോ ആ കപ്പ് ഉയർത്തുകയെന്നറിയാൻ. എന്തായാലും ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ, കായിക താരങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് പ്രതീക്ഷകൾ? അർജന്റീന അടിക്കും, വേറെ ആരടിക്കും? അതിന് അത്ര പ്രതീക്ഷ? സ്പെയിന്. എന്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എമാലുണ്ട്, ഡാനി ആൽമോ ഉണ്ട്, മെസ്സിയൊക്കെ വേസ്റ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മെസ്സി ഒന്നും കളിക്കില്ല, അമ്മാരെ ടീം ഉള്ളതുകൊണ്ട് കൊള്ളാം. നമ്മളെ റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കുക ആൾക്കാരില്ല. റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കാത്തോണ്ടാണ് അടിക്കാത്തത്. അതിന്റെ വിഷമമാണ് അവന്. കഴിഞ്ഞ വർഷം അങ്ങനെ അടിച്ച അവൻ ഫിഫ പോയല്ലേ മെസ്സി. മെസ്സിയോട് ഇത്ര വിരോധവും? അവനൊരു കളി ജയിച്ചെന്ന് പറഞ്ഞാൽ ഉള്ള തലയെ പൊക്കത്ത് എടുത്ത് വെച്ച് അവന് കാര്യം ഒരു കളി തോക്കുമ്പോ അവന്മാര് പഠിക്കും. ഇന്നത്തോടെ തോക്കുമ്പോ അവന്മാര് കളി നോക്കോ. അപ്പൊ ഈ ഫാൻസിനോടുള്ള പ്രശ്നം കാരണമാണോ അർജന്റീന ജയിക്കരുതെന്ന് പറഞ്ഞു? ഫാൻസും കൊള്ളൂല, ടീമും കൊള്ളൂല. അവന്മാരെ ടീം കൊള്ളുകയല്ല, ഇങ്ങനെ ഫൈനൽ എങ്ങനെ എത്തി? അത് റോവ് മറ്റേ മൊട്ട തല ഉള്ളതുകൊണ്ട് കയറി. അവൻ മെസ്സിയുടെ കഴിവല്ല. മെസ്സിയുടെ കഴിവൊന്നുമില്ല, അവൻ വെറുതെ കാലിട്ട് അടിക്കുമ്പോ ഗോൾ കയറി. പൊന്നെ, ഇത് ഇങ്ങനെയൊക്കെയാണ് പിള്ളേർ അഭിപ്രായം പറയുന്നത്. കഴിഞ്ഞു വന്ന് എങ്ങനെയാണ് ആര് ജയിക്കും? അർജന്റീന അടിക്കും. ഇപ്പൊ പറഞ്ഞു കേട്ടാ, മെസ്സിയെ പറഞ്ഞിട്ട് പോയാട്ടെ. അത്രേ ഉള്ളൂ, പ്രതീക്ഷയില്ല. ടീം പുറത്തായി. ആരായിരുന്നു? ജർമ്മനി. അപ്പൊ ഇന്ന് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ആര് ജയിച്ചാലും സന്തോഷമില്ല. സന്തോഷമില്ല, ജർമ്മനി പുറത്തായുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഫുട്ബോൾ പ്രേമികളുടെയൊക്കെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ മത്സരം? എങ്ങനെയായിരിക്കും? അർജന്റീന ജയിക്കണം ആഗ്രഹം. പക്ഷെ ഞാൻ പോർച്ചുഗലാണ്. പക്ഷെ അർജന്റീന ജയിക്കണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷെ ഈ ഓവറോൾ മത്സരങ്ങളിൽ അർജന്റീനയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അവർ ടീമായിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കളിക്കുമ്പോൾ ആ ഒരു ടീം വർക്കാണ് ഫുട്ബോൾ, അല്ലാതെ ഒരു പ്ലെയർ അല്ല. സിംഗിൾ പ്ലെയറിന്റെ ഒരു പെർഫോമൻസ് അല്ല, അൺമാൻഷമല്ല. അൺമാൻഷോ ഫുട്ബോൾ പറ്റില്ല. ആ ഒരു ടീം വർക്ക് ഉണ്ട് അർജന്റീന. ടീം വർക്ക് അർജന്റീന, സ്പെയിനും അതുപോലെ തന്നെയാണ്. രണ്ടും ഇഞ്ചിക്ക്. അപ്പൊ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയായി തീരും? അദ്ദേഹം പറയുന്നത് സ്പെയിനെ കപ്പടിക്കുള്ളൂ.
എന്തുകൊണ്ട് അർജന്റീന നിലവിലെ ചാമ്പ്യനാണ്? ഇല്ല, സ്പെയിനെ അടിക്കുള്ളൂ എന്തിനൊക്കെ പറഞ്ഞാലും. അർജന്റീന തോക്കും, നോക്കിക്കോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ അർജന്റീനയ്ക്കും മെസ്സിക്കുമെതിരെ ഇങ്ങനെ ഇത്രയും രോഷം പ്രകടിപ്പിക്കുന്ന ഫുട്ബോൾ പ്രേമികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കൊപ്പം ആവേശഭരിതമായ ആ മത്സരത്തിന്റെ കാഴ്ചകൾക്ക് വേണ്ടി ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ പോയി വീണത് ബ്രാസിൽ ഫാൻസിന്റെ ഇടയിൽ. അല്ല, പക്ഷേ ആ പോർച്ചുഗൽ ഫാൻ, ഞാൻ പോർച്ചുഗൽ ഫാനാണ്, പക്ഷെ അർജന്റീന ജയിക്കണം അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. സാധാരണ പോർച്ചുഗൽ ഫാൻ പറയാറില്ല. പറഞ്ഞു കേട്ടില്ലേ? എന്തായാലും ബ്രാസിൽ ഫാൻസിനെ ഡാൻ തേടി പിടിച്ചതാണോ ഇനി വന്നു ചാടിയതാണോ, എന്തായാലും അത് അന്വേഷണം പ്രഖ്യാപിക്കണം. എന്തായാലും വലിയ ആവേശത്തിലാണ് എൽദോ. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് അവസാന ദിവസം, ഈ ആഘോഷം ഇനി 4 വർഷം കഴിഞ്ഞുള്ളൂ നോക്കുമ്പോൾ വലിയ സങ്കടമാണ്. അത് മാത്രമല്ല, നോക്കൂ, നമ്മൾ വർഷങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി നെഞ്ചേറ്റിയ മഹാതാരങ്ങളുടെ വിടവാങ്ങൽ കണ്ടതാണ്. ഇത്രയധികം മഹാതാരങ്ങൾ വിടവാങ്ങിയ ഒരു ലോകകപ്പ് വേറെയില്ല. ആ നിലയിൽ കൂടി ഇത് എഴുതപ്പെടും. നെയ്മാർ, CR7, ഒപ്പം തന്നെ ലൂക്ക മോഡ്രിച്ച്. അപ്പോൾ അതിന് പിന്നാലെ എനിക്ക് പറയാൻ വിഷമമുണ്ട്, വേൾഡ് കപ്പ് നേടിയാലും ഇല്ലെങ്കിലും ഇത് അവസാനത്തെ മെസ്സിയുടെ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ സങ്കടമാണ്. ഇനി അടുത്ത ലോകകപ്പ് ഇയാളില്ലാതെ എങ്ങനെ കാണുമെന്നുള്ള സങ്കടം. അപ്പോൾ എങ്ങനെയാണ് എൽദ നോക്കുന്നത്? ഒരു ലോകകപ്പ് കളിക്കാനുള്ള ബാല്യം ബാക്കിയില്ലേ മെസ്സി? ഈ ലോകകപ്പിന് വേണ്ടി അദ്ദേഹം എടുത്തൊരു എഫോർട്ട് ഗംഭീരമാണ്. അതിൻ്റെ അകത്ത് ഈ അമേരിക്കൻ ലീഗിലേക്ക് അദ്ദേഹത്തിന്റെ ചൂടുമാറ്റം പോലും ഇത് മുൻകൂട്ടി കണ്ടാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ സാഹചര്യവുമായിട്ട് ലയണൽ മെസ്സിക്കുള്ള പരിചയം അത് വളരെ പോസിറ്റീവ് ഫാക്ടറാണ്. മറ്റു ടീമുകൾക്ക് ഇല്ലാത്തൊരു സാധനമാണ്. അതുപോലെയാണ് റോഡ്രിഗോ ഇപ്പോഴും മെസ്സിക്കൊപ്പം തന്നെ ഇന്റർ മയാമിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അതൊന്ന്. 2, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാൻ ഈ വേൾഡ് കപ്പ് മുന്നിൽ കണ്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി രാവിലെ വളരെ കൃത്യമായിട്ടുള്ള ചിട്ടകളും മുറകളും പിന്തുടരുന്നുണ്ട്. എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് ലയണൽ മെസ്സി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രിക്റ്റ് ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് മെസ്സി ആ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രൂപത്തിൽ തന്നെ മാറ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര ആള്, നമുക്കൊരു ഈ 39 അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 43 ആവും. അപ്പൊ 43 എന്ന് പറയുന്നത് കളിക്കാം, പക്ഷെ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഈ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തും എന്ന് നിർബന്ധമില്ല. അതെ, നിർബന്ധമില്ല എത്തണം. ഇപ്പൊ CR7 41 അല്ലേ, പക്ഷേ അത്രയും ഒരു ഫിറ്റ്നസ് ശരിക്കും മെസ്സിക്ക് ഇല്ല. അപ്പോൾ മെസ്സി 43 ആകുമ്പോൾ അത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊരു അമാനുഷികനാണ്. മേ ബി അയാളുടെ ഒരു എഫേർട്ടും അയാളുടെ അർപ്പണബോധവും കൊണ്ടൊക്കെ സാധ്യമാകുമായിരിക്കും, പക്ഷേ പ്രതീക്ഷിക്കുക പ്രയാസമാണ്. പക്ഷേ അദ്ദേഹം ഇനിയും രാജ്യാന്തര കരിയറിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അടുത്ത ലോകകപ്പ് വരെ പോയില്ലെങ്കിൽ പോലും അടുത്ത കോപ്പ അമേരിക്ക വരെയെങ്കിലും ഒക്കെ പോയി അവസാനിപ്പിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. മാർട്ടിനസ് ഏറ്റവും അവസാനം പറഞ്ഞത് ആ മനുഷ്യൻ 2 വർഷം, അവർ പോലും എനിക്ക് തോന്നുന്നു 2 വർഷമാണ് പ്രതീക്ഷിക്കുന്നത് മെസ്സി തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന്. എന്തായാലും വിരമിക്കൽ പ്രഖ്യാപിച്ചെടുത്തു നിന്നാണ് മെസ്സി ലോകത്തെമ്പാടുമുള്ള ആരാധകരെ ത്രസിപ്പിച്ചുകൊണ്ട് ഈ നിലയിൽ 2ാമത്തെ വേൾഡ് കപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും ഫോമിൽ നിൽക്കുന്ന ഒരാൾ അടുത്ത ലോകകപ്പിൽ ഉണ്ടാവില്ല എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കണ്ടല്ലോ. എന്തായാലും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഇന്നത്തെ വൈകുന്നേരം അല്ല, 12:30 അടുത്ത പുലർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.